കേരളത്തിലെ ജനാധിപത്യം നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ എന്ത് സുന്ദരമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, കേരളത്തിലെ ജനങ്ങളുടെ ഒരു മത സൗഹാർദ്ദം, ജനങ്ങളുടെ സൗഹാർദ്ദം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് വെഞ്ഞാറുമൂടിനടുത്ത് ഒരു അമ്പലത്തിൻ്റെയും ഒരു മോസ്കിൻ്റെയും ബോർഡുകൾ ഒറ്റ ബോർഡിലാണ് എഴുതിയിരിക്കുന്നത്. വൈറലായ ഒരു ബോർഡാണ് കേരള ഇന്ത്യയിൽ ഇവിടെ കാണാൻ കഴിയും. അതല്ലേ, അത് സമൂഹത്തിൻ്റെ സൗന്ദര്യമാണ്. കേരള സമൂഹത്തിൻ്റെ മൊത്തം സമൂഹത്തിൻ്റെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ സൗന്ദര്യമാണ്. അതിനെ അത് കേരളത്തിൽ ഉണ്ടായത് വർഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ രണ്ട് കോട്ടകൾ, പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് കോട്ടകൾ, ശത്രുതയോടെ നോക്കി നിൽക്കുന്ന രണ്ട് കോട്ടകൾ, അതിനിടയ്ക്കൊരു ഇടം കിട്ടാതെ വിഷമിക്കുന്ന BJP. എന്താണ് BJP ചെയ്യേണ്ടിയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട പോൾ തേലക്കാടച്ചൻ വിശദീകരിച്ച് പറഞ്ഞു. പിന്നെയും പറഞ്ഞു, നിങ്ങളുടെ ഹിന്ദുത്വ ഫിലോസഫി എന്താ എന്ന് നിങ്ങൾ തന്നെ നോക്കാൻ. ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ എന്നെ എന്താ പുണ്യവാളനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. എൻ്റെ സന്ദീപ് വാര്യർ, ഞാൻ ജീവിതത്തിൽ ഇതുവരെയും, എൻ്റെ കയ്യിൽ പേനയുണ്ട്, എൻ്റെ കയ്യിൽ പത്രമുണ്ടായിരുന്നു, മാതൃഭൂമി, ഇന്ത്യ ടുഡേ എന്ന മാസിക സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന് എന്നെ ഇവിടെ തുറന്നു വിട്ടു. ഞാൻ ഒരു വരി കള്ളം എഴുതിയിട്ടില്ല സന്ദീപ് വാര്യർ. ഒരൊറ്റ വാക്ക് ഞാൻ കള്ളത്തരം എഴുതിയിട്ടില്ല. അതാണ് എൻ്റെ വിശ്വാസ്യത. എൻ്റെ മാതൃഭൂമിയിലെ എൻ്റെ ഗുരുക്കന്മാർ, ഇന്ത്യ ടുഡേയിലെ എൻ്റെ ശേഖർ ഗുപ്ത, ISRO ചാരക്കേസ് ഇവിടെ കത്തിയല്ലോ, കത്തിയല്ലോ. ഒരൊറ്റ വരി ഞാൻ ഇന്ത്യ ടുഡേയിൽ എഴുതിയില്ല സന്ദീപ് വാര്യർ. കാരണം എനിക്ക് പോലീസുകാർ തന്ന വിവരം തെറ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. അങ്ങനെ എഴുതാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു, ഇന്ത്യ ടുഡേ എനിക്ക് തന്നിരുന്നു. പിന്നെ ഞാനും എൻ്റെ എഡിറ്റർ ശേഖർ ഗുപ്തയും കൂടെ അത് എഴുതിയപ്പോൾ അതൊരു വലിയ പൊട്ടിത്തെറിയായി. അതാണ് സന്ദീപ് വാര്യർ പത്രപ്രവർത്തനം. പത്രപ്രവർത്തകരെ അങ്ങനെ പുണ്യവാളെന്ന് വിളിച്ച് കളിയാക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. 83-ലെ ഇവിടുത്തെ കലാപം അടിച്ചമർത്തിയത് കരുണാകരനാണ്. പോലീസ് നോക്കി നിന്നു. പക്ഷേ മാതൃഭൂമിക്ക് അത്ര ഉണ്ടല്ലോ, ചാലക്കമ്പോളം കത്തി എരിയുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു എന്ന 15,000 കോപ്പി ഞങ്ങളുടെ പത്രം അടിച്ചു. വേണുവേട്ടൻ ഉണ്ടാക്കിയ പത്രം, ഞങ്ങളുടെ ന്യൂസ് ലെറ്റർ ഉണ്ടാക്കിയ പത്രം. പക്ഷേ പോലീസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആ പത്രം കൂടി വിതരണം ചെയ്തില്ല. അത്രയും പത്രക്കെട്ടുകൾ മാറ്റിവെച്ചിട്ട് പുതിയ പത്രം അടിച്ചു. അതാണ് കേരളത്തിലെ പത്രപ്രവർത്തനം. എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. തീർച്ചയായും സന്ദീപ് വാര്യർക്ക് താങ്കൾ മറുപടി പറയേണ്ടതാണ് എന്നെനിക്കും ഉറപ്പുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് വരണം, അല്ലെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിൽ ഏറ്റവും വലിയ ഇന്ത്യ ബ്ലോക്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണമെന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതൃപദവി വേണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമാണ് CPM-ന് പ്രത്യേകിച്ച് ദേശീയ പാർട്ടി പദവി വേണം. അപ്പോൾ ഏത് ക്ലെയിമാണ് പ്രധാനപ്പെട്ടത് എന്നാണ് ന്യൂനപക്ഷം ചിന്തിക്കുന്നത്? താങ്കളുടെ അനുമാനം എന്താണ്? അല്ല, എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പൊതുവേ നമ്മളൊക്കെ പറയാറ് ക്രിസ്ത്യാനികൾ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്, UDF-നൊപ്പമാണ്. പക്ഷേ 2015-ലെ ഇലക്ഷന് ശേഷം, 16-ലെ ഇലക്ഷന് ശേഷം മധ്യ തിരുവിതാംകൂറിൽ, മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവല്ല, കോട്ടയം, അതിനകത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവ് കഴിഞ്ഞ ഇലക്ഷനിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന യുവജനങ്ങളിൽ ഒരു വിഭാഗം പണ്ടത്തേതിൻ്റെ അപേക്ഷിച്ചിട്ട്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ അപേക്ഷിച്ചിട്ട് ഒരു വിഭാഗം ക്രിസ്ത്യൻ യുവാക്കൾ ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റ്, മുഴുവൻ സീറ്റും തവണയായിട്ട് ക്ലാസിക് എക്സാമ്പിളാണ്. അതേസമയം ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാണ്. ഓർത്തഡോക്സ് സഭയും മർത്തോമ സഭയും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. അവിടെ എങ്ങനെയാണ് ഇത്രയും എല്ലാ സീറ്റും ഇടതുപക്ഷത്തിന് കിട്ടുന്നത്, CPM-ന് കിട്ടുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് പക്ഷേ മാറി മറിഞ്ഞു വരാറുണ്ടല്ലോ. കഴിഞ്ഞ ലോക്സഭയിലുള്ളത് വ്യത്യസ്തമായിരുന്നു, UDF-ന് അനുകൂലമായിരുന്നു. നിയമസഭയിലേക്ക് വന്നപ്പോൾ 2 വർഷം കഴിയുമ്പോഴേക്കും UDF-നെ മാറ്റി നിയമസഭയിലേക്ക് LDF-നെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. Debate with MV Nikesh Kumar.